ഞാനപ്പോൾ മസ്കറ്റിൽ വർക്ക് ചെയ്യുമായിരുന്നു. മസ്കറ്റിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ ശ്വാസം കഴിക്കാൻ ബുദ്ധിമുട്ട് പ്രശ്നം വന്നു. അപ്പോൾ നാട്ടിൽ തന്നെ സെറ്റിലായി. 2024 ഫെബ്രുവരിയിൽ അദ്ദേഹത്തിന് ആദ്യം പനി വന്ന് ലങ്സ് കൂടുതൽ ഡാമേജ് ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇങ്ങനെ യശോദ ഹോസ്പിറ്റലിൽ പോകണം, അവിടുത്തെ ഡോക്ടർ ബാലസുബ്രഹ്മണ്യൻ സാറിനെ കാണാൻ വേണ്ടി. ആദ്യമായിട്ടും നമ്മൾ പ്രജിത്തിനെ കാണുമ്പോൾ തന്നെ പുള്ളിക്കാരൻ എൻ സ്റ്റേജ് ലങ് ഫെയിലിയർ എന്ന് പറഞ്ഞൊരു സിറ്റുവേഷനിലാണ്. എന്ന് വെച്ചാൽ ഫുൾ ടൈം ബെഡിൽ തന്നെ ഇരിക്കേണ്ടി വരും, ഫ്രീ ആയിട്ട് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല. ശ്വാസമുട്ട കാരണം ഫ്രീ ആയിട്ട് മൂവ് ചെയ്യണമെങ്കിൽ മൂക്കിൽ എപ്പോഴും ഓക്സിജൻ വേണം. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ ആദ്യമായിട്ട് പ്രജിത്തിനെ കാണുന്നത്, എൻ സ്റ്റേജ് ലങ് ഫെയിലിയർ, where the only solution is to do a lung transplantation. ട്രാൻസ്പ്ലാന്റേഷൻ വരുന്ന സമയത്ത് പ്രജിത്തിന് കൈകാലുകളിൽ ഭയങ്കര വീക്ക്നെസ്സും അതേമാതിരി തന്നെ ഈ ഒരു അസുഖം കൊണ്ട് പ്രോട്ടീൻ ലൂസായന കാരണം കൊണ്ട് വെയിറ്റും വളരെ കുറവായിരുന്നു. ലങ് ട്രാൻസ്പ്ലാന്റേഷൻ പണ്ടത്തെ പോലെ അല്ല. ഇപ്പോൾ ഒരുപാട് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ സർജറി ആൻഡ് ഇമ്മ്യൂണോ സപ്രഷൻ വന്നു കഴിഞ്ഞു. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് മൊത്തം നമ്മുടെ പുതിയ പേഷ്യൻസിന് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് ലങ് സപ്പോർട്ട് ചെയ്യാൻ, അതായത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് പുതിയ ലങ് ഇംപ്ലാന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എക്മോ എന്ന് പറഞ്ഞ ഒരു ടെക്നോളജി, എക്സ്ട്രാ കോർപ്പോറിയൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ എന്ന് പറയുന്ന ഒരു ടെക്നോളജി ഉപയോഗിച്ച് നമുക്ക് ഈ പുതിയ ലങ്ങിനെ 12 hours to 24 hours നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ സാധിക്കും. 2 is നമ്മൾ പണ്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന പോലത്തെ വലിയ ഇൻസിഷൻ, സെൻട്രൽ ബോൺ കട്ട് ചെയ്തുകൊണ്ടുള്ള ഇൻസിഷൻ അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ റിലേറ്റീവ്ലി സ്മോൾ, രണ്ട് സൈഡിലും റിലേറ്റീവ്ലി ചെറിയ ഇൻസിഷൻസ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോൾ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് കാരണങ്ങളാൽ വിത്ത് അഡ്വാൻസ്മെൻറ്റ്സ് ഇൻ ICU കെയർ ഇതെല്ലാം കൂടെ ചേർന്ന് വരുമ്പോൾ ലങ് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞുള്ള റിക്കവറി ഭയങ്കര ഫാസ്റ്റാണ്. ട്രാൻസ്പ്ലാന്റേഷനെ കൺസിഡർ ചെയ്യുമ്പോൾ പല കാര്യങ്ങൾ ഈ രോഗികൾക്ക് നമ്മൾ നോക്കാറുണ്ട്. ഒന്ന്, അവരുടെ ബാക്കി അവയവങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുകളുണ്ടോ, നമ്മുടെ ബോഡിക്ക് ലങ് അക്സെപ്റ്റ് ആവാനുള്ള എത്രത്തോളം ചാൻസ് ഉണ്ട്. പിന്നെ ഈ ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞ ഉടൻ ഈ മരുന്നുകൾ കാരണം കൊണ്ട് ബാക്കി അവയവങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ വരാനുള്ള ചാൻസുകൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരു പ്രീ ട്രാൻസ്പ്ലാന്റ് വർക്കപ്പ് ഈ ട്രാൻസ്പ്ലാന്റേഷൻ സംബന്ധിച്ച് ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. സോ 7 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ പ്രേതത്തിൻ്റെ പിന്നെ ഓക്സിജൻ്റെ ആവശ്യം വരുന്നുണ്ടായിരുന്നില്ല. വിതിൻ 12 days, 12th day തന്നെ പ്രേതത്തിൽ ഡിസ്ചാർജ് ആവുമായിരുന്നു ഹോസ്പിറ്റലിൽ. സോ വി വെരി ഹാപ്പി വിത്ത് ദിസ് റിക്കവറി. ട്രാൻസ്പ്ലാന്റേഷന് മുന്നേ ഓക്സിജൻ ഫുൾ ടൈം ആയിരുന്നു. ഇപ്പോൾ ഓക്സിജൻ ഒന്നും ഉപയോഗിക്കുന്നില്ല, അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളെല്ലാം സ്വന്തമായിട്ട് ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ ഒന്നും ചെയ്യാൻ പറ്റാതെ കുറച്ച് ദിവസം ബെഡിൽ തന്നെ കിടന്ന ഇതിലായി പോയിരുന്നു. ലങ്സിൻ്റെ റിജക്ഷനോ ബാക്കി ബുദ്ധിമുട്ടുകൾ ഉണ്ടോ ഇല്ലയെന്ന് അറിയാൻ വേണ്ടി പല ടെസ്റ്റുകളും ബ്രോങ്കോസ്കോപ്പി ചെയ്തിരുന്നു. ഈ ടെസ്റ്റുകളിലും ബ്രോങ്കോസ്കോപ്പിയുടെ അടിസ്ഥാനത്തിൽ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ല. ലങ്സിൻ്റെ ഫങ്ഷൻ ഏകദേശം ഒരു 75-80% മേലെ ലങ് ഫങ്ഷൻ റീഗെയിൻ ചെയ്ത കാരണം പേഷ്യൻറ്റിനെ വീട്ടിലേക്ക് ആക്കി. യശോദ ഹോസ്പിറ്റലിലും ഡോക്ടർ വിമ്മി സാറും മറ്റുള്ള ഡോക്ടേഴ്സ്, സിസ്റ്റേഴ്സ് എല്ലാവർക്കും വളരെയധികം നന്ദിയുണ്ട്. നമ്മളെ ലൈഫ് തന്നെ ചേഞ്ച് ചെയ്തു തന്ന്